ലോകത്തിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്ന ആളുകൾ പറയുന്നത് ശരിയാണോ? വെൽക്കം ടു എന്റെ സത്യസന്ധമായ സ്വിറ്റ്സർലാൻഡ് വ്ലോഗ്. ഇതാണ് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ചീപ്പസ്റ്റ് സൂപ്പർ മാർക്കറ്റായ കോപ്പ്. നിങ്ങളുടെ അമ്മ ഒരു സ്വിറ്റ്സർലാൻഡ് കാര്യമാണെങ്കിൽ 5 രൂപയ്ക്ക് മല്ലിച്ചപ്പ് വാങ്ങാത്തതിന് നിങ്ങളുടെ അമ്മ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല. കാരണം ഈ ഒരു മല്ലിച്ചപ്പിന് നമ്മൾ നാട്ടിൽ 260 രൂപ കൊടുക്കണം. വെള്ളം കിട്ടാതെ മരിക്കണമെങ്കിൽ നേരെ സ്വിറ്റ്സർലാൻഡിലേക്ക് വിട്ടോ. കാരണം ഇത്രയും ചെറിയ കുപ്പി വെള്ളത്തിന് വില നാട്ടിൽ ഏകദേശം 250 രൂപ. നാട്ടിൽ 550 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇത്രയും പാക്കറ്റ് ചീര കിട്ടത്തുള്ളൂ. 324 രൂപ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത്രയും കുഞ്ഞു ജ്യൂസ് കുടിക്കാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ ഞാൻ എന്തിനും ഇവിടെ പൈസ കളയണം? ജസ്റ്റ് ഒന്ന് സോഷ്യലൈസ് ചെയ്യാലോ എന്ന് കരുതി ഇന്നൊരു ദിവസത്തേക്ക് ഞങ്ങൾ ഹോസ്റ്റലാണ് എടുത്തത്. ഇൻക്ലൂഡിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നാട്ടിലെ 8000 റുപ്പീസ് ഒരു ബെഡിന് നിങ്ങൾ ഒരു ദിവസത്തേക്ക് കൂടെ കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ എക്സ്പെക്ട് ചെയ്യേണ്ട, കുറച്ച് ബ്രെഡും കുറേ ജാമും. 10,000 ആൾ പുറത്ത് വെയിറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ട്രെയിനിൻ്റെ ഉള്ളിൽ അവസാനത്തെ ആൾ ഇറങ്ങിയാലും മാത്രമേ നിങ്ങൾക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. എന്നെ പോലെ വെപ്രാളുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടു. വേറെ ടിക്കറ്റ് എടുക്കുന്നതിന് പോലെ നിങ്ങൾ സ്വിസ് പാസ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടായ കേബിൾ കാർ, ട്രെയിൻ, കപ്പൽ തുടങ്ങിയ എല്ലാത്തിനും നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. ജോക്കീസ് അപ്പാർട്ട് നമ്മൾ ഒരു Airbnb ബുക്ക് ചെയ്ത് നാട്ടിൽ നിന്ന് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്വിറ്റ്സർലാൻഡ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ റെന്റിന് ഒരു കാറും കൂടെ എടുത്താൽ അത്ര വലിയ എക്സ്പെൻസീവ് അല്ല ഈ രാജ്യം. പക്ഷേ ഈ രാജ്യം വേറെ ലെവലാണ്.